എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഇത്തവണ നമുക്ക് UAE-യിൽ ഈദായിട്ട് ഒരുപാട് ദിവസം ഹോളിഡേ കിട്ടി. അപ്പം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്ഥലങ്ങൾ UAE-യിൽ തന്നെ കറങ്ങണമെന്നുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ റാസൽ ഖൈമയിലുള്ള ജബൽ ജയ്സ് കാണാനാണ് പോകുന്നത്. ഈ പോകുന്ന വഴികളിലെല്ലാം ഈ പാറക്കെട്ട് പോലത്തെ മലകളായിരുന്നു. നാട്ടിലത്തെ പോലെ ഒരു പച്ചപ്പൊന്നും ഇവിടെ കാണാൻ പറ്റില്ല. മുഴുവൻ പാറകളായ കാരണം കൊണ്ട് എത്ര മഴ പെയ്താലും അവിടെ ചെടികൾ വളരാനൊന്നും സാധ്യതയില്ല. അപ്പം എവിടെ നോക്കിയാലും ഇതുപോലെ പാറകളുടെ ഒരു കൂട്ടങ്ങളായിരിക്കും. ചെറിയ ഡാം പോലെ ചെക്ക് ഡാം പോലെ ഇങ്ങനെ കെട്ടി മഴ പെയ്യുമ്പോൾ നല്ല വെള്ളം മഴ ഉണ്ടായിരുന്നു. പക്ഷെ വെള്ളം ഈ പറയണ്ടെങ്കിൽ ഇങ്ങനത്തെ മലകളൊക്കെ മറ്റേ കടല് അല്ല ഇത് കടലൊക്കെ താഴ്ന്നു പറഞ്ഞാൽ എത്ര ഹൈറ്റിലത് പറയാൻ പറ്റില്ല. കാറ്റ് കടലെല്ലാം വരും. കൊല്ലങ്ങളിലെ ലെയറുകളാണ് ഓരോ പാറകളുടെ. കാലാകാലം വന്നോ ഈ കാണുന്ന മലനിരകൾക്ക് അപ്പുറത്ത് ഒമാൻ്റെ ബോർഡറായിട്ടാണ് വരുന്നത്. അതായത് UAE-യുടെയും ഒമാൻ്റെയും ബോർഡറാണ് ഈ മലകളൊക്കെ വരുന്നത്. ഇതുപോലത്തെ റോഡൊക്കെ പണിയാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്രയും പാറകളൊക്കെ തുറന്നിട്ട് കുറേ കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു പാർക്കിംഗ് സ്ലോട്ടിലെത്തി. ഇങ്ങോട്ട് എത്താൻ വേണ്ടി അത്ര ഹെയർപിന്ന് കയറിയെന്നൊന്നും അറിയില്ല, എണ്ണിയില്ല. ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കാറ് വലിക്കുന്നുണ്ടായിരുന്നില്ല. ആ താഴെ കാണുന്നതൊക്കെ നമ്മൾ വന്ന വഴികളാണ്. അപ്പോൾ ബാക്കി പെരുന്നാളായ കണ്ട് അധികം തിരക്കിൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പുറപ്പെട്ടിട്ട് വീണ്ടും ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തി. ഇവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്ന് രാത്രിയൊക്കെ ആയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകും. നമ്മളിപ്പോൾ നിൽക്കുന്നത് റാസൽ ഖൈമയിലുള്ള ജബൽ ജയ്സിലാണ്. നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിള്ളേർക്ക് ബബിൾ വിടാള് കൊടുത്തിട്ടുണ്ട്. അപ്പം അമ്മേനെ കളിക്കുന്നത് ഈ പൊട്ടൻ വെറുതെ ചിരിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങള് സോപ്പ് പത കൊണ്ട് മുക്കും. ഇവിടെ ആരും ചിക്കൻ തിന്നാൻ അനുവദിക്കില്ല. രണ്ടാമത്തെ ദിവസം നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് കൽബയിലുള്ള ഒരു ഹാങ്ങിങ് ഗാർഡനും പിന്നെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് വലിയൊരു ലേക്കും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയതായിട്ട്. അപ്പം അവിടേക്കാണ് പോകുന്നത്. ഈ കാണുന്നത് ആ ലേക്കല്ല. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ അവിടെ 1 ഹവറിൻ്റെ ഡിലേ ഉണ്ട് ട്രാഫിക് കാരണം. അപ്പം നമ്മളൊരു 13 കിലോമീറ്റർ ചുറ്റി വളഞ്ഞു പോയി നാടിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ ആ പോകുന്ന വഴിയിൽ കണ്ടിട്ടുള്ളതാണ് ഈ ചെറിയ ലേക്ക്. പക്ഷേ ഈ വഴി മോശമായില്ല, നല്ല ലുക്കായിരുന്നു. നമ്മൾ അവിടുന്ന് പുറപ്പെട്ടിട്ട് വീണ്ടും കുറേ ദൂരം പോയപ്പോൾ വീണ്ടും നമുക്കൊരു ഒയാസിസ് കിട്ടി. അത് നല്ല രസമായിരുന്നു ആ ഏരിയ. ഇവിടുന്ന് 3/4 മണിക്കൂർ റണ്ണിങ് കൂടി ഉണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അൽ-അഫിയ ദിബ്ബയുള്ള ഒരു ലേക്കിലോട്ടാണ്. അത് മാൻമെയ്ഡ് ലേക്കാണ്. അത്യാവശ്യം വലുപ്പമുണ്ട് ലേക്ക്. ഇന്ന് പെരുന്നാളായ കാരണം ഭയങ്കര തിരക്കായിരുന്നു, ഒടുക്കത്തെ തിരക്ക്. നമ്മൾ വണ്ടികളൊക്കെ ഇതാ റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്ത് വെക്കുന്നത്. ഇല്ലീഗലായിട്ടാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഫൈൻ കിട്ടാം. പിന്നെ ഒരുപാട് ലൈനിൽ ക്യൂ വന്നിട്ടാണ് ഇവിടെയെങ്കിലും കിട്ടിയത്. ഇങ്ങോട്ടൊന്നും വണ്ടി കടത്തി വിടുന്നില്ല. അതുകൊണ്ട് ഇവിടെ വണ്ടി കടത്തി വിടാൻ പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അവിടെ ഓൾറെഡി പോലീസൊക്കെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് വരാതിരിക്കാനൊക്കെ ആയിട്ട്. ചെറിയ ലിമിറ്റഡ് ആക്സസ് മാത്രമുള്ള വണ്ടികൾക്ക് ഇവിടെ. ഇതിൻ്റെ മറ്റേ ബോട്ടിങ്ങൊക്കെ ഉണ്ട് ഈ ലേക്കിൽ.
പിന്നെ അവിടെ അങ്ങോട്ട് ആൾക്കാർ കയറി പോകുന്നുണ്ട്. അതവിടെയൊക്കെ ആൾക്കാർ എങ്ങോട്ടോ കയറി പോകുന്നുണ്ട്. കുറേ മലനിരകൾക്കിടയിൽ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ലേക്കാണിത്. അതുകൊണ്ട് തന്നെ ഈ സൺസെറ്റിൽ നല്ല രസമാണ് കാണാൻ. ഈ സൈഡിൽ നല്ല വെളിച്ചും ആ സൈഡിൽ നല്ല ഡാർക്കും. അങ്ങനെ ഇതിപ്പോൾ നൈറ്റ് വ്യൂ ആണ്. അപ്പോൾ നല്ല തിരക്കുണ്ട് പുറത്തൊക്കെ. വാഷ്റൂമിൽ നിൽക്കാൻ തന്നെ ഒരുപാട് സമയം എടുത്തു. ക്രൗഡ് കണ്ടു. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ലേക്കൊക്കെ കണ്ടു കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനായ ഹാങ്ങിങ് ഗാർഡനിലേക്ക് എത്തിയാണ് കൽബയിലുള്ളത്. ഇതൊക്കെ പുതിയത് തുടങ്ങിയതാണ്. ഇപ്പോൾ 1 മാസമായിട്ടുള്ളതെന്ന് പറഞ്ഞു കേട്ടത്. ഇത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാഫിക്കിൽ ഒരുപാട് കിടന്നു. പാർക്കിംഗ് ഇല്ല, കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പാർക്കിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഈ ഏരിയയിൽ നന്നായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റോഡ് സൈഡിലൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഇങ്ങോട്ട് വന്നത്. ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരുന്ന വെള്ളച്ചാട്ടമാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് സ്റ്റെപ്പ് വഴി മുകളിലേക്ക് ഓരോരോ ലെയറായിട്ട് നമുക്ക് കയറി പോവാം. അത് നല്ല ആരോഗ്യമുള്ളവർ മാത്രം കയറി പോകണം നല്ലത്. കാരണം ഒരുപാട് ദൂരമുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഫീൽ വരുന്നില്ലെങ്കിലും കയറുമ്പോൾ നന്നായിട്ട് ഫീൽ വരുന്നതാണ് ഇവിടെ കയറിയവരൊക്കെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും കയറി നോക്കണം. ഇതിനകത്തോട്ട് വരാൻ വേണ്ടിയിട്ട് എൻട്രി ഫീസ് ഉണ്ട്. 5 dirhams ആണ് എൻട്രി ഫീസായിട്ട് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മളത് കൊടുത്തിട്ട് അകത്തേക്ക് വന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം മുകളിലോട്ട് കയറി 1ാമത്തെയോ 2ാമത്തെയോ ലെയറിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ പോയിന്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാനും ഫോട്ടോ എടുക്കാനുമായിട്ട് കുറച്ച് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ. നമ്മൾ ഓൾമോസ്റ്റ് ആ ഫൗണ്ടൈൻ്റെ മുകളിലേക്ക് എത്താറായി. ഇനി ഇവിടുന്ന് നോക്കുമ്പോൾ 1ഓ 2ഓ ലെയറും കൂടി കാണാനുള്ളൂ. അവിടെ റെസ്റ്റ് എടുത്ത് പതുക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അവസാനം വരെ എത്തും. അവസാനത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവർ അതിൻ്റെ ബാക്കിൽ കൂടെ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ബാക്കിൽ കൂടെയും ഇങ്ങോട്ട് വരാം. പക്ഷേ എങ്ങനെ പോയാലും ബാക്കിൽ വന്ന് വണ്ടി പാർക്ക് ചെയ്താലും ഹൈറ്റിൽ പോയിട്ട് പിന്നെ താഴോട്ട് തിരിച്ച് വരണം. വണ്ടി എടുക്കാൻ വേണ്ടി തിരിച്ച് മുകളിലോട്ട് തന്നെ പോകണം. എങ്ങനെ പോയാലും വർക്കൗട്ട് ഉറപ്പാണ്. ഓരോരോ ലെയറിലായിട്ടാണ് ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഹാങ്ങിങ് ഗാർഡൻ്റെ മണ്ട വരെ എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ. അവിടെ സ്കേറ്റിംഗ് ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയ പാർക്കുണ്ട്. ഇവിടെയുണ്ട് പാർക്ക്, അവിടെയുണ്ട് പാർക്ക്. അങ്ങനെ ഗായ്സ് വലിയൊരു മല കയറി തിരിച്ചിറങ്ങുകയാണ്. ഇവിടെ കൂടി ഞങ്ങളുടെ പരിപ്പുളക്കി ഈ വീഡിയോൻ്റെ അവസാനമായി. ഇനി എവിടെയെങ്കിലും തിന്നാൻ കിട്ടുന്ന സ്ഥലത്ത് എത്തിയിട്ട് റെസ്റ്റോറൻറ്റ് കയറി തിന്നണം. അതുപോലെ കലോറിയൊക്കെ തീർന്നു പോയി. ഞങ്ങളുടെ കിതച്ച് വയ്യാണ്ടായി. ആ കാണുന്ന മണ്ടേക്കാണ് നമ്മൾ കയറിപ്പോയത്. ഇവിടുന്ന് കാണുമ്പോൾ അടുത്താണെങ്കിലും അങ്ങോട്ട് കയറി എത്തുമ്പോൾ മനസ്സിലാവും ഒരുപാട് ദൂരമുണ്ട്. വളഞ്ഞു തിരിഞ്ഞ് കാലിൻ്റെ മസിൽസൊക്കെ ഇങ്ങനെ പിടിച്ചു തുടങ്ങും. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ടുള്ള കയറ്റം കഴിഞ്ഞ് ഇവിടെ ക്ഷീണിച്ചിരിക്കുകയാണ്. കിരണൊക്കെ ക്ഷീണിച്ചു. അവിടെ ഒരാൾ പഞ്ചറായിട്ടിരിക്കുകയാണ്. ഒന്നും പറയാനില്ല, വിശപ്പ് മാത്രം ബാക്കി. പ്ലാൻ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരുന്നത് വരെ. ഇങ്ങോട്ട് വന്ന് ഈ മലക്കയറ്റും ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല ആരും ഇതുവരെ. അപ്പോൾ ഇനിയൊരു യാത്ര നാളത്തേക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇനി സന്ധിക്കും വരയ്ക്കും വണക്കം.